The matrix 0, 1, -2, -1, 0, -7, 2, 7, 0 is. ഈ പറയുന്ന മെട്രിക്സ് എന്ത് തരം മെട്രിക്സ് ആണ്? ടൈപ്പ് ഓഫ് മെട്രിക്സ് എന്നുള്ളത് നിങ്ങൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. പലതരം മെട്രിക്സുകളെ കണ്ടു. സ്ക്വയർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, സ്കെയിലാർ മെട്രിക്സ്, സീറോ മെട്രിക്സ്, ഐഡന്റിറ്റി മെട്രിക്സ്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, അങ്ങനെ പല 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 സിമെട്രിക് മെട്രിക്സ്, ക്യൂ സിമെട്രിക് മെട്രിക്സ്, പല മെട്രിക്സുകളെ കണ്ടു. ദാ നോക്കടാ മക്കളെ, ഇത് ഈ പറയുന്ന മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സ് ആണോ? അല്ല. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എൻട്രീസ് ഒഴികെ ബാക്കിയെല്ലാം സീറോ. ഇവിടെ നേരെ തിരിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ഡയഗണൽ അല്ല. ഇനി സ്ക്യൂ സിമെട്രിക് ആണോ നോക്കണമെങ്കിൽ ഇതിന് ട്രാൻസ്പോസ് എടുക്കണം. സ്ക്യൂ സിമെട്രിക്കും സിമെട്രിക്കും ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കണം. സ്കെയിലാർ അല്ല എന്നും കൃത്യമായിട്ട് പറയാം. സ്കെയിലാർ ആണെങ്കിൽ ഡയഗണൽ മെട്രിക്സ് ഹൂസ് ഡയഗണൽ എലമെന്റ്സ് ഓൾ ആർ സെയിം, ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആയിട്ടുള്ള ഒരു ഡയഗണൽ മെട്രിക്സിനെയാണ് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കെയിലാർ മെട്രിക്സ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു. ഇപ്പൊ നോക്കുക 5 0 0 0 5 0 0 0 5. ഇതെന്താണ്? ഇതൊരു സ്കെയിലാർ മെട്രിക്സ് ആണ്, അതേസമയം ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ എലമെന്റ്സ് എല്ലാം 5, ബാക്കിയെല്ലാം 0. അപ്പൊ ഇത് സ്കെയിലാർ മെട്രിക്സും അല്ല. അപ്പൊ ഉറപ്പായിട്ടും സിമെട്രിക്കോ സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ട്രാൻസ്പോസ് എടുത്ത് നോക്കുക. ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ റോയിനെ കോളം ആക്കി എഴുതുക. 0 1 -2, ഓക്കെ, -1 0 -7, 2 7 0. നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇവിടുത്തെ മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 0 1 -2, -1 0 -7, പിന്നെ 2 7 0 എന്ന് കിട്ടും, which is ഈ മെട്രിക്സ് തന്നെ. ഇപ്പൊ ഇതിന് ഞാൻ P എന്ന് വിളിച്ചാൽ P ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എനിക്ക് എന്തെന്ന് കിട്ടും? -P എന്ന് കിട്ടും. Therefore ഈ മെട്രിക്സ് എന്തായിരിക്കും? ഇവിടെ സ്ക്യൂ സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റും. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു ആ മെട്രിക്സ് ആണെങ്കിൽ അത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഓക്കെ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്.